ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. On 14th January, unusual noises in the building and the street outside woke me. ജാനുവരി 14-ാം തീയതി അൺയൂഷ്വൽ ആയിട്ടുള്ള നോയ്സസ് ഈ ഒരു ബിൽഡിങ്ങിനകത്തും പുറത്തൊക്കെ ആയിട്ടുള്ള അസാധാരണമായിട്ടുള്ള നോയ്സ് കേട്ടാണ് ഞാനന്ന് ഉണർന്നത്. സോൾജേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ് ആൻഡ് ഐ ഹേർഡ് അജിറ്റേറ്റഡ് നെർവസ് വോയിസ്. സോൾജേഴ്സ് ഈ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നെർവസ് ആയിട്ടുള്ള വോയിസ് ആണ് ഞാൻ കേട്ടത്. Early in the morning of 15th January, the sound of artillery from the previously silent from was heard. ജാനുവരി 15-ാം തീയതി മുമ്പ് സൈലൻ്റ് ആയിരുന്നിട്ടുള്ള പീരങ്കിയുടെ ഒക്കെ വെടിയുടെ ശബ്ദം സൈലൻ്റ് ആയിരുന്നു അല്ലേ, പക്ഷേ 15-ാം തീയതി രാവിലെ ഞാൻ ആ ശബ്ദം വീണ്ടും കേട്ടു. The ground and the walls of the building shook under the constant dull thunder. ഓക്കെ, അപ്പം ഈ വളരെ വലിയ ഇടിമുഴക്കം, ആ ഒരു ഇടിമുഴക്കം കാരണമായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ വാൾസും അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ നന്നായിട്ട് കുലുങ്ങി. 3 hours later, the heavy artillery fire died down again. ഓക്കെ, അപ്പം 3 മണിക്കൂറുകൾക്ക് ശേഷം ഈ ആർട്ടിലറി ഫയർ, ഈ പീരങ്കിയുടെ ഒക്കെ വെടിശബ്ദം വീണ്ടും പഴയതുപോലെ സൈലൻ്റായി. ബട്ട് ഐ വാസ് as nervous as ever. പക്ഷെ ഞാൻ വളരെ നെർവസ് ആയിരുന്നു, പരിഭ്രാന്തനായിരുന്നു. ഐ ഡിഡൻറ്റ് സ്ലീപ്പ് അറ്റ് ഓൾ ദാറ്റ് നൈറ്റ്. ഞാൻ ആ രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെൻറ്റ് ആൻഡ് ഐ കുഡ് ബി കിൽഡ്. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഫൈറ്റ് വീണ്ടും തുടങ്ങാം, ഏത് നിമിഷം വേണമെങ്കിലും ഈ ഒരു ഫൈറ്റ് തുടങ്ങാം, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, മരണപ്പെടാം, കൊല്ലപ്പെടാം എന്നുള്ള ആ ഒരു ഭീതി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദ നൈറ്റ് പാസ്ഡ് പീസ്ഫുള്ളി. പക്ഷേ ആ ഒരു രാത്രി വളരെ ശാന്തമായിട്ടാണ് കഴിഞ്ഞു പോയത്. അറൗണ്ട് 1 o'clock ഐ ഹേർഡ് ദ റിമൈനിങ് ജർമൻസ് ലീവിങ് ദ ബിൽഡിംഗ്. ഒരു മണിക്കായ സമയം ബാക്കിയുള്ള ജർമൻസ് ഈ ഒരു ബിൽഡിംഗ് വിട്ട് പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. സൈലൻസ് ഫെൽ. വീണ്ടും നിശബ്ദതയായി. ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ ദ സ്റ്റെപ്പ് ഓഫ് ദ ഗാർഡ്സ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. ഈ ഒരു ബിൽഡിങ്ങിന് പുറത്തുള്ള ഗാർഡ്സിൻ്റെ ശബ്ദം പോലും എനിക്ക് കേൾക്കാൻ കഴിയാതെയായി. Not until the early hours of the next day was the silence broken by a loud and resonant noise, the last sound I had expected. പിറ്റേ ദിവസം വളരെ നേരത്തെ തന്നെ ആ ഒരു സൈലൻസിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വലിയ ശബ്ദം, റെസണൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മുഴക്കം ഉണ്ടാവുകയാണ്. ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു അവസാനത്തെ സൗണ്ട്. റേഡിയോ ലൗഡ് സ്പീക്കേഴ്സ് സെറ്റപ്പ് സംവെയർ. ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് റേഡിയോ ലൗഡ് സ്പീക്കറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, നിയർ ബൈ അടുത്ത് തന്നെയായിട്ട്. ഇപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ്സ് ഇൻ പോളിഷ്. ഇപ്പം പോളിഷ് ഭാഷയിൽ, അതായത് പോളണ്ടിലെ ആ ഭാഷയിൽ ഇങ്ങനെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ. ഇപ്പം വാർസോ ഇനി മുതൽ ലിബറൽ ആയിരിക്കുകയാണ്, സ്വതന്ത്രമായിരിക്കുകയാണ്, ജർമ്മൻ പട്ടാളക്കാരൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട്, ജർമ്മനെ നമ്മൾ തോൽപ്പിച്ചു എന്ന് പറയുന്ന അനൗൺസ്മെൻറ്റും ബ്രോഡ്കാസ്റ്റൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ ജർമൻസ് ഹാഡ് വിത്ഡ്രോൺ വിതൗട്ട് എ ഫൈറ്റ്. ഈ ഒരു ജർമൻസ് ഒരു ഫൈറ്റൊന്നുമില്ലാതെ അവർ വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്, അവർ പോയിട്ടുണ്ട്. as soon as it began to get light, നേരം വെളുത്ത് തുടങ്ങിയ ഉടനെ തന്നെ ഐ പ്രിപ്പയർഡ് ഫിവറിഷ്ലി ഫോർ മൈ ഫസ്റ്റ് വെഞ്ചർ ഔട്ട്. ഞാൻ പുറത്തേക്ക് പോകാനുള്ള ഒരു ധൈര്യം കാണിച്ചു. ഫിവറിഷ്ലി എന്ന് പറഞ്ഞാൽ നെർവസ് ആയിട്ട്. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഫ്രം ഫ്രീസിങ്. അപ്പം ആ ഒരു തണുപ്പിൽ നിന്ന്, ശക്തമായിട്ടുള്ള ഈ ഒരു തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ഓഫീസർ ഒരു ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. I had already put it on when I suddenly heard the rhythmic footsteps of guards out in the road again. ഈ ഒരു റോഡിൽ വീണ്ടും ഈ ഒരു പട്ടാളക്കാരുടെ കാലൊച്ച കേട്ട ഉടനെ തന്നെ ഞാൻ വീണ്ടും ആ ഒരു ഓവർകോട്ട് എടുത്തിട്ടു. ഹാഡ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് വിത്ഡ്രോൺ ദെൻ. ഈ പോളിഷ് പട്ടാളക്കാർ പുറത്ത് വന്നിട്ടില്ലേ, ഇവർ ജർമൻസൊക്കെ ഇനിയും പോയിട്ടില്ലേ, എന്നിട്ട് നമ്മുടെ പട്ടാളക്കാർ ഇനിയും വന്നിട്ടില്ലേ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു എന്ന് അദ്ദേഹം പറയാണ്. I sank on my mattress, utterly dejected, and lay there until something new came to my ears. അപ്പം എന്താണ്, പോളിഷ് പട്ടാളക്കാർ പുറത്തിറങ്ങിയോ, ജർമൻസൊക്കെ പോയോ എന്നുള്ള കാര്യം അയാൾക്ക് ഉറപ്പില്ല, അയാൾ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് പുതിയൊരു വാർത്ത കേൾക്കുന്നത് വരെ ആ ഒരു മാട്രസിൽ കിടക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ദ വോയിസസ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വുമൻ്റെയും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഇങ്ങനെ ശബ്ദം വരുന്നുണ്ട്. അറ്റ് ഓൾ കോസ്റ്റേഴ്സ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. അപ്പം എങ്ങനെയും എനിക്ക് എന്താണ് പുറത്ത് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം അറിയണമെന്ന് തോന്നി. ഓക്കെ, ഐ റാൻ ഡൗൺ സ്റ്റെയേഴ്സ്, പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ഞാൻ താഴെ കോണിപ്പടിയിൽ ഇറങ്ങി ചെന്നിട്ട് മുൻവശത്തെ വാതിലിന് പുറത്തേക്ക് തലയിട്ട് പുറത്തോട്ട് നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. അത് വളരെ നല്ല മഞ്ഞുള്ള ഒരു മോർണിംഗ് ആയിരുന്നു. മിസ്റ്റി എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞുള്ള. ടു മൈ ലെഫ്റ്റ്, എൻ്റെ അടുത്ത ഭാഗത്തായിട്ട്, നോട്ട് ഫാർ അവേ, ഒരുപാട് ദൂരത്തല്ല, stood a woman soldier in a uniform that was difficult to identify at this distance. യൂണിഫോമിൽ ഒരു വുമൻ സോൾജിയർ നിൽക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ആ ഒരു ഡിസ്റ്റൻസിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു.
A woman with a bundle on her back was approaching from my right. എൻ്റെ വലതു ഭാഗത്തായിട്ട് പുറത്ത് ഒരു ചാക്കോ ഒരു സഞ്ചി തൂക്കിയിട്ടുള്ള ഒരു സ്ത്രീ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. വെൻ ഷി കെയിം ക്ലോസർ ഐ വെൻചർ ടു സ്പീക്ക് ടു ഹർ. അവരുടെ അടുത്തെത്തിയപ്പോൾ അവരോട് സംസാരിക്കാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു. ഐ ഡയർ ടു സ്പീക്ക് ഹർ, വെൻചർ എന്ന് പറഞ്ഞ ധൈര്യം കാണിച്ചു. ഹലോ എക്സ്ക്യൂസ് മീ ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ്. ഞാനൊരു ചെറിയ ശബ്ദത്തിൽ അവരുടെ അടുത്ത് ഹലോ എക്സ്ക്യൂസ് മീ അങ്ങനെ പറഞ്ഞു. ബാക്കനിങ് ഹർ ഓവർ, അവരുടെ അടുത്ത് ഞാനിങ്ങനെ ആക്ഷൻ കാണിച്ചു, അതായത് എൻ്റെ അടുത്തേക്ക് വരൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചു. ഷീ സ്റ്റെയർഡ് അറ്റ് മീ, അവരെന്നെ തുറിച്ചു നോക്കി. ഡ്രോപ്ഡ് ഹർ ബണ്ടിൽ ആൻഡ് ടുക്ക് ടു ഹർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ് എ ജർമൻ. എന്നിട്ട് അവർ ആ ഒരു ബാഗ് താഴേക്കിട്ടിട്ട് അവരിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവർ അലറി വിളിക്കാൻ തുടങ്ങി. ഷ്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂകി വിളിക്കുക. എ ജർമൻ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അലറി വിളിച്ചു. ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ് സോ മീ. എന്നിട്ട് ഉടനെ തന്നെ അവർ കൂകി വിളിച്ച ഉടനെ തന്നെ ഈ ഗാർഡ്സ് തന്നെ എനിക്ക് നേരെ തിരിഞ്ഞു, അവരെന്നെ കണ്ടു. എയിംഡ് അറ്റ് ഫയർഡ് ഹർ മെഷീൻ പിസ്റ്റൽ. എന്നിട്ട് എന്ത് ചെയ്തു, എന്നെ അവർ എയിം ചെയ്തു, വെടിവെക്കാൻ വേണ്ടിയിട്ട് എയിം ചെയ്തു. ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വാൾ. ആ ഒരു ബുള്ളറ്റ്സ്, അവർ എയിം ചെയ്ത ബുള്ളറ്റ്സ് ചുമരിനെ തുളച്ചു പോയി. ആൻഡ് വിതൗട്ട് തിങ്കിങ്, ഒന്നും ചിന്തിക്കാതെ ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റെയർസ് ആൻഡ് ടുക്ക് റെഫ്യൂജ് ഇൻ ദി ആറ്റിക്. അപ്പോൾ ഒന്നും ചിന്തിക്കാതെ ഞാൻ വേഗം ആ സ്റ്റെയർസ് കയറിയിട്ട് ആ ഒരു ആറ്റിക്കിൽ അഭയം തേടാൻ വേണ്ടിയിട്ട് ഓടി. ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ ആ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ, അങ്ങനെ കുറച്ച് നേരം ഞാൻ ആ ഒരു ആറ്റിക്കിനകത്തുള്ള ചെറിയൊരു വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഐ സോ ദാറ്റ് ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. ഈ ഒരു ബിൽഡിങ്ങിന് ചുറ്റുമുള്ള ഒരുപാട് ബിൽഡിംഗ് ഞാൻ കണ്ടു. I heard soldiers calling to each other and then the sound of shots and exploding hand grenades. അപ്പം ഈ ഒരു സോൾജേഴ്സൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ശബ്ദവും ഗ്രനേഡ്സിൻ്റെ ശബ്ദമൊക്കെ ഞാനിങ്ങനെ അകത്തിരുന്ന് കേൾക്കുന്നുണ്ട്. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. ആ ഒരു സമയം എൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ അബ്സേർഡായിരുന്നു, അസംബന്ധമായൊരു കാര്യമായിരുന്നു. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജേഴ്സ് ഇൻ ലിബറേറ്റഡ് വാർസോ. ഈ സ്വതന്ത്രമായിട്ടുള്ള വാർസോ എന്ന് പറയുന്ന നഗരത്തിൽ ഞാൻ വീണ്ടും കൊല്ലപ്പെടാൻ പോവുകയാണല്ലോ എന്ന് ആലോചിച്ചു. ഓൺ ദ വെരി വേർഡ് ഓഫ് ഫ്രീഡം, ഈ ഫ്രീഡം സ്വാതന്ത്ര്യം എത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത്, വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആസന്നമായ സമയത്ത്, ഓക്കെ, ആ ഒരു സമയത്ത് പോലും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കൊല്ലപ്പെടാൻ പോവാണ് എന്ന് ആലോചിച്ചു. ഫെവറിഷ്ലി, പരിഭ്രാന്തതയോടുകൂടി, നെർവസ് ആയിട്ട്, ഐ ബിഗാൻ ടു വണ്ടർ ഹൗ ഐ കുഡ് മേക്ക് ദം റിയലൈസ് ദാറ്റ് ഇറ്റ് വാസ് പോളിഷ് ബിഫോർ ദേ ഡിപ്പാച്ച്ഡ് മീ ടു ദ നെക്സ്റ്റ് വേൾഡ് ആസ് എ ജർമൻ ആൻഡ് ഹൈഡിങ്. അപ്പം എങ്ങനെയാണ് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അതായത് അവരെന്നെ എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ ജർമൻ അല്ല എന്ന് ഞാൻ എങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ നെർവസായി. ഐ ബിഗാൻ കമ്മിങ് ഡൗൺ ദ സ്റ്റേഴ്സ്, ഞാൻ താഴെ കോണിപ്പടികൾ ഇറങ്ങി ചെന്നു. ഷൗട്ടിങ് ആസ് ലൗഡ് ആസ് ഐ കുഡ്, എനിക്ക് കഴിയാവുന്ന അത്രയും ഒച്ചത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഡോണ്ട് ഷൂട്ട് ആൻഡ് പോളിഷ്, എന്നെ വെടിവെക്കരുത്, ഞാനൊരു പോളണ്ടുകാരനാണ്. വെരി സൂൺ ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ക്ലൈംബിംഗ് ദ സ്റ്റേഴ്സ്. ഉടനെ തന്നെ ആ കോണിപ്പടികൾ കയറി വരുന്ന കാലൊച്ച ഞാൻ കേട്ടു. ദ ഫിഗർ ഓഫ് എ യങ് ഓഫീസർ ഇൻ പോളിഷ് യൂണിഫോം വിത്ത് എ ഈഗിൾ ഓൺ ഹിസ് ക്യാപ്. തൊപ്പിയിൽ ഒരു ഈഗിളുടെ പടമുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അപ്പോൾ വന്നു. കെയിം ഇൻ ടു വ്യൂ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വന്നു. ഹി പോയിൻറ്റഡ് എ പിസ്റ്റൽ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ്. ഒരു പിസ്റ്റൽ, ഒരു കൈത്തോക്ക് എൻ്റെ നേരെ ചൂണ്ടിയിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഹാൻഡ്സ് അപ്പ്, കൈവെക്കൂ. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ് ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. ഞാനിങ്ങനെ വീണ്ടും ആവർത്തിച്ച് കരഞ്ഞു പറഞ്ഞു, ഡോണ്ട് ഷൂട്ട്, എന്നെ വെടിവെക്കരുത്, ഐ ആം പോളിഷ്, ഞാനൊരു പോളണ്ടുകാരനാണ്. ദ ലെഫ്റ്റനൻറ്റ് വെൻറ്റ് റെഡ് വിത്ത് ഫ്യൂരി. ആ ഒരു ലെഫ്റ്റനൻറ്റ് ദേഷ്യം കൊണ്ട് ഇങ്ങനെ ചുവന്നു. ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ, പിന്നെ നിങ്ങൾ എന്താ താഴേക്ക് വരാതിരുന്നത്, ഹി റോഡ്, അയാൾ അലറി. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ജർമൻ കോർട്ട്, നിങ്ങൾ എന്താണ് ഈ ഒരു ജർമൻ കോർട്ട് വെച്ച് ചെയ്യുന്നത് എന്നാൾ ചോദിച്ചു. Only when the soldiers had taken a closer look at me and reviewed that situation did they really believe I was in German. അങ്ങനെ എൻ്റെ ചുറ്റുള്ള ആ ഒരു പരിസരം, എൻ്റെ കണ്ടീഷനൊക്കെ കണ്ടപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി, ബാക്കിയുള്ള സോൾജേഴ്സിന് മനസ്സിലായി ഞാനൊരു ജർമൻ അല്ല, ഞാനൊരു പോളണ്ടുകാരൻ തന്നെയാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. Then they decided to take me to their headquarters so that I could wash and have a meal. എന്നിട്ട് അവരെന്നെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ എനിക്ക് വാഷൊക്കെ ചെയ്ത് എനിക്ക് അവിടെ ഫുഡൊക്കെ അവർ തരാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ 2 weeks, 2 ആഴ്ചകൾക്ക് ശേഷം, വെൽ കെയർഡ് ഫോർ ബൈ ദ മിലിറ്ററി, ഐ വാക്ക്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് വാർസോ വിതൗട്ട് ഫിയർ. അങ്ങനെ 2 ആഴ്ചകൾക്ക് ശേഷം ഈ മിലിറ്ററിക്കാരുടെ നല്ല കെയറിംഗ് ഒക്കെ കാരണം എനിക്ക് എന്തുണ്ടായി, നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായില്ലേ. അങ്ങനെ 2 ആഴ്ചകൾക്ക് ശേഷം ഞാൻ ഈ ഒരു വാർസോയുടെ സ്ട്രീറ്റിലൂടെ അങ്ങനെ നടക്കുകയാണ്, വിത്തൗട്ട് ഫിയർ, ഒരു പേടിയുമില്ലാതെ, എ ഫ്രീ മാൻ, ഒരു സ്വതന്ത്രനായിട്ടുള്ള മനുഷ്യനായിട്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓൾമോസ്റ്റ് 6 years, 6 വർഷത്തിനിടക്ക് ആദ്യമായിട്ട് സ്വതന്ത്രനായിട്ട് ഞാനിങ്ങനെ ആ ഒരു വാർസോയുടെ സ്ട്രീറ്റിലൂടെ അങ്ങനെ നടന്നു. I looked over to the north of the city where the ghetto had been, where 500,000 Jews had been murdered. There was nothing left of it.
ഓക്കെ, അപ്പം ഈ ഒരു സിറ്റിയുടെ നോർത്ത് ഭാഗത്തേക്ക് ഗെറ്റോ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗത്തേക്ക് ഞാനിങ്ങനെ നോക്കി. ഗെറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ജ്യൂസിനെ കൊലപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. അപ്പം ആ ഒരു സ്ഥലത്തേക്ക് ഞാനിങ്ങനെ നോക്കുകയാണ്. അവിടെ ഒന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. ടുമോറോ ഐ മസ്റ്റ് ബിഗിൻ എ ന്യൂ ലൈഫ്. നാളെ ഞാൻ പുതിയൊരു ജീവിതം തുടങ്ങും. വിത്ത് നത്തിങ്, ഒന്നുമില്ലാതെ. ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ, പക്ഷേ എൻ്റെ പിറകിൽ എന്തുണ്ട്? മരണമുണ്ട്. ഐ വെൻറ്റ് ഓൺ മൈ വേ, ഞാൻ എൻ്റേതായിട്ടുള്ള ആ ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു. അഡാപ്റ്റഡ് ഫ്രം ദ പിയാനിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രാഫിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഇൻ ദ ആറ്റിക്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് അടുത്ത ചാപ്റ്ററായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.